ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1445 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 29 തീയതി ചൊവ്വാഴ്ച. 1200 ആണ്ട് മേടമാസം 16 തീയതി. ഗുരുവചനങ്ങളിലൂടെ. ധനം വർദ്ധിക്കുന്തോറും മനുഷ്യൻ നന്നാകുമോ? പണം ഇല്ലാതെ ജീവിക്കാനും വിഷമം. ആഹാരം, വസ്ത്രം ഇതൊക്കെ വില കൊടുക്കാതെ കിട്ടുമോ? വിദ്യാഭ്യാസം, രോഗചികിത്സ, അതുപോലെ മറ്റു പലതും നടക്കണം. സമ്പാദ്യം അധികമായാൽ ആശ വർദ്ധിക്കും, മനസമാധാനം നഷ്ടപ്പെടും. തൃപ്തിയാണ് ആവശ്യം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 13ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഗുരു അവഗണിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു സാമൂഹ്യ ശക്തിയായി കഴിഞ്ഞുവെന്ന് പറയേണ്ടതില്ലല്ലോ. ആചാരങ്ങളിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുവാൻ, ആവശ്യമായ ആജ്ഞകൾ നൽകുവാൻ ഗുരുവിന് അധികാരമുള്ളതായി എല്ലാവരും കരുതി. വിവാഹകർമ്മത്തിൻ്റെയോ ശവസംസ്കാര കർമ്മത്തിൻ്റെയോ നിലവിലുള്ള രൂപത്തെ മാറ്റുവാനും, പുതിയ മാതൃകകൾ നിശ്ചയിക്കുവാനും, വിധിനിഷേധങ്ങൾ ഉന്നയിക്കുവാനും അവിടുന്ന് അധികാരിയായി തീർന്നു. അവിടുത്തെ ജീവിതം ലോകസംഗ്രഹത്തിന് മാത്രമായിട്ടുള്ളതാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പ്രതികൂലമായ മുരൾച്ചകൾ ചിലപ്പോഴെല്ലാം പൊന്തി വന്നിരുന്നുവെങ്കിലും സത്യത്തിൻ്റെ തീക്ഷ്ണമായ പ്രകാശധോരണിയിൽ അവയെല്ലാം അപ്രശസ്തമായി മറഞ്ഞുപോയി. അങ്ങനെ ഗുരുവിൻ്റെ നെഞ്ചിൽ കുടികൊണ്ടിരുന്ന ഉജ്ജ്വലമായ തത്വപ്രഭാവത്തിൻ്റെ വിജയപ്രകർഷം എല്ലാറ്റിനെയും എല്ലാവരെയും വിധേയരാക്കി. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.